ആഗോളതലത്തിൽ പ്രതിഭകളുടെയും കഠിനാധ്വാനികളുടെയും വാഗ്ദത്ത ഭൂമിയായാണ് അമേരിക്കൻ ഐക്യനാടുകൾ എക്കാലത്തും അറിയപ്പെട്ടിരുന്നത്. ഒരു പുതിയ ജീവിതവും മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രതയും തേടി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും യുഎസിലേക്ക് കുടിയേറുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ആളുകളുടെയും അന്തിമ ലക്ഷ്യമെന്നത് അവിടുത്തെ നിയമപരമായ പൗരത്വം നേടിയെടുക്കുക എന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി യുഎസ് ഭരണകൂടം സ്വീകരിച്ചു പോരുന്ന കർശനമായ നിലപാടുകളും പുതിയ പരിഷ്കരണ നിർദ്ദേശങ്ങളും പ്രവാസി സമൂഹത്തിന്റെ ഈ സുവർണ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. ഏറ്റവും ഒടുവിലായി ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ. ഈ തീരുമാനം നടപ്പിലാക്കുന്നതിലൂടെ യുഎസിൽ പെർമനന്റ് റെസിഡൻസി പെർമിറ്റുള്ള സാധാരണക്കാരായ കുടിയേറ്റക്കാർക്ക് പൗരത്വം എന്നത് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയായി മാറും. ഇതിനൊപ്പം തന്നെ നിലവിൽ നിയമപരമായി തുടരുന്ന പല വിഭാഗം കുടിയേറ്റക്കാരുടെയും പദവികൾ അസ്ഥിരപ്പെടുത്തുന്ന നയങ്ങളും പുറത്തുവരുന്നത് ആശങ്ക ഇരട്ടിയാക്കുന്നു. നിലവിലെ നിർദ്ദേശമനുസരിച്ച് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വത്തിനായി സമർപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോർ നാച്ചുറലൈസേഷൻ എന്ന അപേക്ഷാ ഫോമിന്റെ ഫീസിലാണ് വൻ വർധനവ് വരുത്താൻ ഒരുങ്ങുന്നത്. പൗരത്വ നടപടികൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കുന്ന രീതിയിലാണ് ഈ നിരക്കുകൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ പേപ്പർ വഴി അപേക്ഷ നൽകുന്നതിന് $760 ഈടാക്കുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഇത് $1330 ഉയരും. അതായത് ഒറ്റയടിക്ക് 75% വർധനവാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഓൺലൈൻ അപേക്ഷകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഫീസിൽ നേരിയ കുറവുണ്ടെങ്കിലും വർധനവിന്റെ നിരക്ക് വളരെ കൂടുതലാണ്. നിലവിൽ $710 നിന്നും 80% വർദ്ധിപ്പിച്ച് പുതിയ നിരക്ക് $1280 മാറും. ഈ ഫീസ് വർധനവ് കേവലം ഒരു അപേക്ഷാ ഫോമിൽ ഒതുങ്ങുന്നതല്ല. സാധാരണയായി താഴ്ന്ന വരുമാനക്കാരായ അപേക്ഷകർക്ക് യുഎസ് ഭരണകൂടം നൽകിയിരുന്ന ഫീസ് ഇളവുകളും പുതിയ നിർദ്ദേശപ്രകാരം പൂർണ്ണമായി നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ പൗരത്വത്തിനായി അപേക്ഷാ ഫീസിൽ നൽകിയിരുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളും ഇല്ലാതാകും. അമേരിക്കൻ പൗരത്വം ആർജിക്കുന്നവരിൽ വലിയൊരു പങ്ക് ഇന്ത്യക്കാരാണെന്നതിനാൽ ഈ പരിഷ്കാരം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയാണ്. ഒരു കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ഒന്നിച്ച് പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അധികമായി കണ്ടെത്തേണ്ടി വരുന്നത് ഇടത്തരം കുടുംബങ്ങളുടെ സാമ്പത്തിക താളം തെറ്റിക്കും. അനധികൃത കുടിയേറ്റക്കാരെ കർശനമായി തടയുന്നതിനും അവരെ നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ അമേരിക്കയിൽ വലിയ പ്രചാരണങ്ങളോടെയാണ് നടപ്പിലാക്കുന്നത്. ദശാബ്ദങ്ങളായി എല്ലാ നിയമങ്ങളും പാലിച്ച് രാജ്യാതിർത്തിക്കുള്ളിൽ കഴിയുന്ന നിയമവിധേയ കുടിയേറ്റക്കാരെ നിശബ്ദം പുകച്ച് പുറത്താക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ് TPS സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾ. എന്താണ് TPS എന്ന് പരിശോധിച്ചാൽ സ്വന്തം രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഭൂകമ്പം പോലുള്ള കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ, മറ്റ് ദുരിതപൂർണമായ സാഹചര്യങ്ങൾ എന്നിവ കാരണം ജന്മനാട്ടിലേക്ക് തിരികെ പോകാൻ സാധിക്കാത്ത വിദേശികൾക്ക് അമേരിക്കൻ മണ്ണിൽ താൽക്കാലികമായി താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും നൽകുന്ന പ്രത്യേക സംരക്ഷണ പദവിയാണിത്. 10 ലക്ഷത്തിലധികം ആളുകളാണ് നിലവിൽ ഈ ആനുകൂല്യത്തോടെ യുഎസിൽ ജീവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഹോണ്ടുറസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള TPS ആനുകൂല്യം റദ്ദാക്കുകയുണ്ടായി. ഭരണകൂടത്തിന്റെ ഈ നയമാറ്റം മൂലം ദശാബ്ദങ്ങളായി അമേരിക്കയെ സ്വന്തം നാടായി കണ്ട് ജീവിച്ച മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് നിയമവിരുദ്ധരായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവർ ഏതു നിമിഷവും ഇമിഗ്രേഷൻ അധികൃതരുടെ പിടിയിലാവുകയും നാടുകടത്തപ്പെടുകയും ചെയ്തേക്കാമെന്ന കടുത്ത മാനസിക ഭീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നിയമവിധേയ കുടിയേറ്റക്കാരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഹോണ്ടുറസ് സ്വദേശിയായ ജാനറ്റ് എന്ന 50-കാരിയുടെ അനുഭവം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണിവർ. അവരുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും തെളിവായി 23 വർഷത്തെ നഴ്സിംഗ് കരിയറിനിടയിൽ 7 തവണയാണ് അവർ യുഎസിലെ പ്രശസ്തമായ ദേശീയ നഴ്സിംഗ് അവാർഡുകൾക്ക് അർഹയായത്. ആരോഗ്യമേഖലയിൽ ഇത്രയേറെ സംഭാവനകൾ നൽകി ഒരു മികച്ച പ്രൊഫഷണലാണ് അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിലുണ്ടായ മാറ്റം കാരണം പെട്ടെന്നൊരു ദിവസം ജോലി നിഷേധിക്കപ്പെട്ടത്. മികച്ച വരുമാനമുണ്ടായിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടതോടെ ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ ഇവർ ഇപ്പോൾ പാടുപെടുകയാണ്. സ്വന്തം വീടിന്റെ മോർട്ട്ഗേജ് അടയ്ക്കാൻ പോലും വഴിയില്ലാതെ അവർക്കിപ്പോൾ തന്റെ 85 വയസ്സായ അമ്മയും കൂട്ടി മകളുടെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നിരിക്കുന്നു. ഈ സംഭവം കേവലം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹിക പുരോഗതിക്കും വേണ്ടി വിയർപ്പൊഴുക്കിയ പ്രതിഭകളെ യുഎസ് കുടിയേറ്റ നിയമങ്ങൾ എത്ര ക്രൂരമായാണ് കൈകാര്യം ചെയ്യുന്നതെന്നതിന്റെ ഉദാഹരണമാണ്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഇത്തരം നീക്കങ്ങൾ ആഗോളതലത്തിലുള്ള കുടിയേറ്റക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്നതാണെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് ഇരട്ടി പ്രഹരമാണ്. IT, ആരോഗ്യമേഖല, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ യുഎസിൽ വലിയ സ്വാധീനം
വരുമാനമുള്ളവരാണ് ഇന്ത്യക്കാർ. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി തന്നെ വർഷങ്ങളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് അത് ലഭിച്ചതിനു ശേഷം പൗരത്വത്തിലേക്ക് കടക്കുമ്പോൾ ഫീസ് ഇനത്തിൽ വലിയൊരു തുക നീക്കിവെക്കേണ്ടി വരുന്നതും വലിയൊരു വെല്ലുവിളിയാണ്.